ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപയാലെ പ്രിയ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനോടനുബന്ധിച്ച് ഫേസ്ബുക്ക് ലൈവിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ റോസ്ലിയാനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഇത്രത്തോളം ഉപയോഗിക്കുന്നല്ലോ, ശക്തമായി വീണ്ടും ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപയാൽ നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുന്നു. ദൈവം നമ്മോട് ഹൃദയമായി ഇടപെടട്ടെ, സംസാരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾക്ക്, മനോഭാവങ്ങൾ വ്യത്യാസം വരുന്നതിനൊക്കെ കാരണമായി തീരേണ്ടതിന് നമുക്ക് ദൈവമായ കർത്താവോട് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലമായിരിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ രാത്രികാലം ഞങ്ങൾ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളോട് ഹൃദയമായി ഇടപെടണം, സംസാരിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയോടെ സംസാരിക്കാൻ കർത്താവ് സഹായിക്കണമേ. കേൾക്കുന്ന യേശുപ്പ പ്രിയപ്പെട്ടവർക്ക് അടിയുന്നതുപോലെ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനാവിധനായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവിടെ ലുദിയയെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കുന്നു. തുയതൈരിയ പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റു. ഇവിടെ ലുദിയായുടെ ഹൃദയത്തെ തുറന്ന ആ ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപയെപ്പറ്റി നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് തൻ്റെ ഹൃദയത്തെ തുറന്നു. വചനം കേൾക്കേണ്ടതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കേണ്ടതിന് വേണ്ടിയിട്ട് ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. പക്ഷെ ഇവിടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം ഹൃദയമായി തൊടുവാനിടയായി. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പോൾ പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ലുദിയയുടെ ഹൃദയത്തെ തുറന്നത്. അങ്ങനെയെങ്കിൽ പൗലോസ് ഒരു പ്രത്യേക തരത്തിൽ സംസാരിച്ചു. നമ്മൾ പറയാറില്ലേ, ചിലരുടെ സംസാരം കേൾക്കാൻ വളരെ മനോഹരമാണ്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നല്ലതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് സംസാരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് എന്താണ് സംസാരിച്ചത്? കർത്താവിന് പ്രസാദം വരുമാറ് ഒരു വർത്തമാനമായിരുന്നു ആരുടേത്? പൗലോസിൻ്റെ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ട ഒരു വലിയ അഭിഷിക്തനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റാൻ അല്ലെങ്കിൽ ഒത്തിരി സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ പൗലോസിൻ്റേത്. അങ്ങനെയെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുമാറ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വചനമാണ് ആര് പറഞ്ഞത്? പൗലോസ് പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ പ്രസംഗിക്കുന്നവരാണ്. അത് പരസ്യോഗത്തിനാകട്ടെ അല്ലാതെയാകട്ടെ ധാരാളം പ്രസംഗിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള ഭാഗങ്ങളിൽ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് അവരോട് പറയുന്ന ഒരു ഭാഗമാണ്. ഇതാകുന്നു ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകണമെന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഇവിടെ പറയുകയാണ്, സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് പറയുക അവരുടെ ഹൃദയത്തെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നു എന്ന്. എന്തിനാണെന്നറിയാമോ? തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ടതിന്, തിരുവെഴുത്തുകളെ അറിയേണ്ടതിന് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് കാണുന്നു. നമ്മൾ ലുദിയയെ പറ്റി എന്താ പറഞ്ഞത്? അവളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതിന് അവരുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു എന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അറിയേണ്ടത്?
പ്രവാചക പുസ്തകങ്ങളിൽ, ആരുടെ പ്രവാചക? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അത് നിവർത്തിയാകും എന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുക? അവിടെ അവരുടെ ബുദ്ധിയെ തുറക്കുക. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ആ ഒരു ചിന്തയെയും ഒക്കെ സ്വാധീനിക്കുന്നത് ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെ ഒരു വചനത്താൽ നാം കർത്താവിനെ ആശ്രയിക്കുന്നു, അല്ലെ? നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ഓരോ ദിവസവും വ്യത്യസ്തമായ നമ്മുടെ ദൈവദാസന്മാരാകട്ടെ, ദൈവദാസിമാരാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് ആകട്ടെ, അവരിൽ നിന്നൊക്കെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ചെറുപ്രായത്തിൽ തൊട്ടേ ഇങ്ങനെ വളർത്തിയെടുത്തത്. അല്ലെങ്കിൽ ഇന്നൊക്കെ ഈ ഒരു സമയത്തൊക്കെ രക്ഷിക്കപ്പെട്ടവരൊക്കെ ആണെങ്കിൽ കൂടിയും അവരൊക്കെ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? അവരൊക്കെ എങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് വന്നത്? ദൈവവചനത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ കാണുകയാ, ദൈവത്തിൻ്റെ ആ വചനം, കർത്താവിനെ കുറിച്ചുള്ള ആ വചനം, അത് നിവർത്തിയാകുമെന്ന് മനസ്സിലാകേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 24-ാം അധ്യായം തന്നെ 46-47 വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ടതിന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തെ തുറക്കുമാറ്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ തുറക്കുമാറ് ഒരു പ്രത്യേക നിലയിൽ ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, ക്രിസ്തു കഷ്ടം അനുഭവിച്ചു എന്ന് നാം പറയണം. പുതുതായി ഒരു വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമുക്കറിയാം പരസ്യങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോഴാണെങ്കിൽ കൂടിയും ഒരു പൊതുജനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം എന്താണ്? നമ്മൾ ഒരു തിരുവഴുത്തെ പറ്റി, അല്ലെങ്കിൽ കർത്താവിനെ പറ്റി, ആ സുവിശേഷത്തെ പറ്റി, ആ നല്ല വാർത്തയെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ക്രിസ്തു കഷ്ടം അനുഭവിച്ചു എന്നത് നാം പറയണം. ഇവിടെ നമ്മൾ പറയാറുണ്ടോ അങ്ങനെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ പറ്റി? കർത്താവ് വലിയവനാണ്, അവൻ വാക്കുമാറാത്തവനാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ ക്രൂശീകരണം നാം പറയുമ്പോൾ അതിൻ്റെ ആ സ്നേഹത്തെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പ്രദർശിപ്പിക്കുവാനായിട്ട് കഴിയും. ക്രിസ്തു തൻ്റെ സ്നേഹത്തെ എങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്? അത് ആ ക്രൂശീകരണം മുഖാന്തരമാണ്. ആ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ അതിനപ്പുറം വേറൊന്നുമില്ല. ആ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി, അത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ച്, കർത്താവ് ഏറ്റവും നിഷ്കളങ്കനായിരുന്നപ്പോൾ യാതൊരു സാധ്യതയും അതിനില്ല. കാരണം ദൈവം ഒരു പാപം ചെയ്തിട്ടില്ല, കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല. സ്വർഗത്തിലെ വസിക്കുന്ന ശ്രേഷ്ഠനായ കർത്താവിന് നമുക്കായി ഭൂമിയിലേക്ക്, പാപികളായ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വരേണ്ട ആവശ്യമില്ല. പക്ഷേ ആ താഴ്മ ധരിച്ച് എന്ത് ചെയ്തു? ആ ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പിതാവിനോട് അനുസരണമുള്ളവനായി നമ്മളെ ഇന്നും ഇതുപോലെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ ശത്രുത്വത്തിൽ നിന്ന് ദൈവവുമായിട്ടുള്ളൊരു സ്നേഹിതൻ എന്ന പദവി പോലും, അല്ലെങ്കിൽ പ്രിയ മക്കൾ എന്ന പദവി പോലും നമുക്ക് വേണ്ടി ദാനമായി നൽകിയ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് വർണ്ണിച്ചാൽ മതിയാകത്തില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തു കഷ്ടം അനുഭവിച്ചു എന്ന് ആ ക്രൂശീകരണത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? പറയണം. രണ്ടാമത് ഇവിടെ നമ്മൾ വായിച്ച കാര്യം, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നത് കൃത്യമായി നാം പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് പറയേണ്ട ഒരു കാര്യം, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഉണ്ട് എന്നുള്ളതാണ്. നാം പ്രസംഗിക്കും എന്ന് പറയണം, അവൻ മുഖാന്തരം പാപമോചനവും അതുപോലെ തന്നെ മാനസാന്തരവും ഉണ്ട്. കർത്താവിൻ കൂടെ അല്ലാതെ മറ്റൊരുത്തനും രക്ഷയില്ല എന്നുള്ളത്, കർത്താവിലെ കൂടെ അല്ലാതെ ഒരിക്കലും നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ലെന്നും, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മുഖാന്തരമാണ് നാം ഓരോരുത്തരും എന്ത് ചെയ്ത് ദൈവവുമായി അടുത്തിരിക്കുന്നത്. ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിത്യമായ രക്ഷ കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ദൈവിക വചനത്തെ നാം പറയുമ്പോൾ മറ്റു പലതും നമുക്ക് പറയുവാനായിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രദർശിപ്പിക്കുന്നതെങ്കിൽ ചില ഹൃദയങ്ങളെ തുറക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റു പല കാര്യങ്ങളും നമുക്ക് പറയാം, നമ്മുടെ ജീവിതാനുഭവങ്ങൾ പറയാം, അതൊക്കെ അതിനെ സ്വാധീനിക്കുന്നതാണ്. എങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായി ഒരു വ്യക്തിയുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത് അത് ക്രിസ്തുവിനെ പറ്റി പറയുമ്പോഴാണ്, തൻ്റെ ജീവിതത്തെ പറ്റി പറയുമ്പോഴാണ്. ജനനം, മരണം, ജീവിതം, ഉയർത്തെഴുന്നേറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ക്രിസ്തുവിനെ പറ്റി നാം പറയുമ്പോൾ
ചെയ്യുമ്പോൾ അത് അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, അനേകരുടെ ഹൃദയങ്ങളിൽ വ്യത്യസ്തമായ മനോഭാവങ്ങളെ ഉണ്ടാക്കുവാനായിട്ട്, അതായത് അവരെ പാപികളായിരുന്നു, അവരുടെ ചിന്ത ജഡികമായതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ ചെല്ലുമ്പോൾ അത് വിശുദ്ധീകരണത്തിനും അത് പുതിയ മാറ്റങ്ങൾക്കും പുതിയ മനുഷ്യനാകുന്നതിനും ഒക്കെ കാരണമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. പൗലോസ്, നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് എന്ത് ചെയ്തത്? ദൈവവചനം ശുശ്രൂഷിച്ചത്. നമുക്കതൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയുള്ള ആ പള്ളി പ്രമാണികളൊക്കെ തൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ആ വായനയൊക്കെ കഴിഞ്ഞ്, വചന വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന ഈ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിപ്പാനായിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ പ്രബോധിപ്പിക്കാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പൗലോസ് ആംഗ്യം കാണിച്ച് ഇങ്ങനെ പറയുകയാണ്, എനിക്കൊക്കെ സംസാരിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ എഴുന്നേറ്റ് പ്രസംഗിക്കുക. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തരുമായുള്ളവരെ കേൾപ്പിൻ. അത് പറഞ്ഞ് അവരെ ശ്രദ്ധിച്ചു, അവരെ ശ്രദ്ധിക്കുവാനായിട്ട് ആദ്യമൊന്ന് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് താൻ തുടങ്ങുകയാണ്. ഈ തുടങ്ങുന്ന കാര്യം എന്താണെന്നറിയാമോ? നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഞാനൊരു വചനം പറയാനായിട്ട് പോകുക, ഞാൻ ദൈവശബ്ദം പറയാനായിട്ട് പോകുക, അത് നമുക്ക് വേണ്ടി നൽകിയത്. അങ്ങനെയെങ്കിൽ നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് പറഞ്ഞ് അവരുടെ ശ്രദ്ധയൊക്കെ ആകർഷിച്ച് താൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായിട്ട് പോകുക. നമ്മൾ ആദ്യം പറഞ്ഞു ക്രൂശീകരണമാണ് നാം ആദ്യം പറയേണ്ടതെന്ന്. അങ്ങനെയെങ്കിൽ ഇവിടെ പൗലോസ് പറയുന്നു 13-ാം അധ്യായം 27, 28, 29 വാക്യങ്ങളിൽ പറയുകയാണ്, ക്രൂശീകരണത്തെപ്പറ്റി. ക്രിസ്തു എന്ത് ചെയ്തെന്നറിയാമോ? കഷ്ടം അനുഭവിച്ചു. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി, ആ ഭാഗത്തൊക്കെ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. അവനെ ക്രൂശിയിലെ മരണത്തോളം എന്ത് ചെയ്തു? ഒരു പാപി എന്ന നിലയിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അവനൊരു പാപിയായ ഒരു മനുഷ്യനല്ല. മനുഷ്യ ജഡത്തിൽ നമ്മിൽ നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ വസിക്കുന്ന സമയത്തും കർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജഡത്തിൽ വസിക്കുമ്പോഴും കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? പാപം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പാപിയെ പോലെ എന്ത് ചെയ്യുക? കഷ്ടം അനുഭവിക്കുക. അത് നമ്മൾ മുഖാന്തരമാണ്, ഞാൻ കാരണമാണ്, അല്ലെങ്കിൽ നീ കാരണമാണ് എന്ന് അവർക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുകയാ. ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ദൈവം നമ്മെ ഏറെ സ്നേഹിക്കുന്ന കർത്താവ് തനിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ശത്രുത്വത്തെ മാറ്റി ആ പുത്രത്വം എന്ന അവകാശം നമുക്ക് വേണ്ടി നൽകുവാൻ ഈ താണഭൂമിയിൽ വന്നു എന്ന് പൗലോസ് അവിടെ വ്യക്തമായി പറയുകയാണ്. 13-ാം അധ്യായം 30-31 വാക്യത്തിൽ പറയുന്നുണ്ട്, 3-ാം നാൾ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 13-ാം അധ്യായം 38, 39 വാക്യങ്ങളിൽ പാപമോചനവും നീതീകരണത്തെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നിമിത്തം നമുക്ക് എന്തുണ്ട്? ഒരു പാപമോചനമുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്, ഒരു നീതീകരണമുണ്ട്. നമ്മൾ പാപം ചെയ്ത് മറ്റൊരു വ്യക്തിയോട് പോയി പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഒരു വ്യക്തിയിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ കർത്താവിലൂടെ അല്ലാതെ നമുക്ക് ആരിലും ആശ്രയം കണ്ടെത്താൻ ഈ ഒരു കാര്യത്തിൽ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് മനുഷ്യരിൽ നമ്മൾ മാനസികമായി വിഷമത്തിലിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള ഒരാളെ ആശ്രയിക്കാം, അല്ലേ? കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകളൊക്കെ കഴിഞ്ഞിറങ്ങുന്നുണ്ടല്ലോ. അതുപോലെ ദൈവദാസന്മാരും പാസ്റ്ററൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് കുറേ കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ കഴിഞ്ഞ് വരുന്നവരുണ്ട്. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ ഒത്തിരി പേരെ ആശ്വസിപ്പാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആരിലും ആശ്രയിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ ആശ്രയം വെക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് മനുഷ്യന് ഒരിക്കലും സാധിക്കില്ല. എന്ന് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം. പാപമോചനവും അതുപോലെ തന്നെ നീതീകരണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുവാൻ സാധിക്കുമെന്ന് പൗലോസ് വ്യക്തമായി പറയുക. അത് കഴിഞ്ഞ് 13-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്? നശിച്ചു പോകരുത്. നിത്യനരകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പോകരുത്. നിത്യമായൊരു ജീവൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ നിത്യനരകത്തിന് അവകാശികളായി തീരുവാനായിട്ട് ഇടയാകരുത് എന്ന് പൗലോസ് അവിടെ കൃത്യമായിട്ട് പറയുക. ഈ വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? പലരും ബർന്നബാസിനെയും പൗലോസിനെയും ഒക്കെ അനുഗമിക്കുവാനായിട്ടിടയായിട്ട്.
ഒരു ദൈവദാസന്മാർ അല്ലെ, ദൈവത്തിൻ്റെ അരുളപ്പാടിനെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, അവർ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി പ്രസ്താവിച്ചപ്പോൾ കർത്താവ് എങ്ങനെ ആഗ്രഹിച്ചോ, കർത്താവാണ് പറഞ്ഞത് എന്ത് ചെയ്യണം, മോശയുടെ ന്യായപ്രമാണം, അതുപോലെ തന്നെ പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളിലും ഒക്കെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രസ്താവിക്കണം. നിങ്ങൾ സാക്ഷികളായി തീരണം. പിന്നെ അതുപോലെ പറയുക, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണം എന്ന് കർത്താവ് എന്ത് ചെയ്യുകയാണ്, അവരോട് പറയുക. ആ ഒരു കൽപ്പന അനുസരിച്ച് പൗലോസ് എന്ത് ചെയ്യുക, അവിടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുക. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ശരിക്കും പ്രിപ്പയറായി പോയതല്ല, തനിക്ക് ലഭിച്ച ഒരവസരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു സമയം അവിടെ വന്ന സമയത്ത് പൗലോസിനോട് ചോദിച്ചപ്പോൾ പൗലോസ് എന്ത് ചെയ്യണം, വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, കർത്താവ് പറഞ്ഞ കാര്യത്തെ അത് കൃത്യമായി മനസ്സിലാക്കിയാണ് പൗലോസ് എന്ത് ചെയ്തത്, ശുശ്രൂഷിച്ചത്. നമുക്ക് പലപ്പോഴും ശുശ്രൂഷാ മേഖലകളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ ശബ്ദത്തെ അതേപടി പറയുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ചില മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളും അല്ലെങ്കിൽ മാനുഷികമായ നിലയിലുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. ദൈവം ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മോട് എന്ത് പറയുവാനായിട്ട് പറയുന്നോ അത് തന്നെ പ്രസ്താവിക്കേണ്ടതിനാ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ചിലരുടെ ഹൃദയങ്ങളെ തുറക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ ഈ വചനം കേട്ട് കഴിഞ്ഞപ്പം ഒരു പറ്റം പേരെന്ത് ചെയ്തു, ഈ പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ അനുഗമിക്കുന്നതായിട്ട് അവിടെ കാണും. ഈ അനുഗമിക്കുക മാത്രമല്ല കേട്ടോ, അവരെന്ത് ചെയ്തെന്നറിയാമോ, ഇതിനെപ്പറ്റി കൂടുതൽ എന്ത് ചെയ്തു, അവരോട് ചോദിച്ചു. അവിടെ പറയും, അവരവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. കണ്ടോ, ദൈവകൃപയിൽ വചനം കേട്ടു അവരുടെ ഹൃദയത്തെ തൊട്ടു അവർ വന്ന് ഇവരെ അനുഗമിക്കുവാനാണ്. ഈ അനുഗമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ, കൃത്യമായി അവരോട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ദൈവകൃപയിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച്, അതുമാത്രമല്ല അതിനൊരു ഉത്സാഹവും കൂടെ കൊടുത്തു. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ, ദൈവത്തിൻ്റെ വചനത്തെ പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മോട് എന്ത് ചെയ്യും, അടുത്ത് വരും. ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ അല്ലെ അറിയാൻ നമ്മൾ വരുമ്പോൾ നമുക്കെന്താ ഭയങ്കര ബുദ്ധിമുട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ. ഇനി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിലനിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം പോലെയാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കും. എന്നാൽ ദൈവസ്നേഹത്തിൽ അവരെ നിലനിൽക്കുവാനായിട്ട് ഉത്സാഹിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നിലനിൽക്കണമെന്ന് ഉത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള സംസാരമായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് ജനം അല്ലെങ്കിൽ വലിയൊരു പുരുഷാരം എന്ത് ചെയ്യുന്നു, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന സമയത്ത് അത് ഏറ്റവും മനോഹരം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത്രയും പേര് എന്ത് ചെയ്തത്, ദിവസങ്ങളോളം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കേണ്ടതിന് ഉത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ശുശ്രൂഷ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നാം അങ്ങനെ ആയിരിക്കണം ദൈവവചനം സംസാരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അത് അനേകരുടെ ഹൃദയത്തെ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. പിന്നെയും അടുത്ത ദിവസത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ, ശബത്തിൽ ഈ വചനം തന്നെ ഒന്ന് പ്രസംഗിക്കണമേ എന്നവരെ ചോദിക്കുകയും കൂടെ ചെയ്യും. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, എത്രമാത്രം ആ വചനം അവരുടെ ഹൃദയത്തിൽ അത് സന്തോഷമുണ്ടാക്കി, എത്രമാത്രം അവരുടെ ഹൃദയത്തിൽ ഇത് ആനന്ദമുണ്ടാക്കി, എത്രമാത്രം അവരുടെ ഹൃദയത്തെ അത് സ്വാധീനിച്ചു എന്ന് അവർ പറയുക. പിന്നെ ഒന്നും കൂടെ അത് പറയാമോ, ഒന്നും കൂടെ ആ വചനം ഒന്ന് പറയാമോ അടുത്ത ശബത്തിൽ. അപ്പോൾ അവരെന്ത് ചെയ്യും, മറ്റുള്ളവരെയും കൂടെ കൊണ്ടുവരും. അതല്ലേ അതിൻ്റെ ഉദ്ദേശം. ഈ കേട്ടത് തന്നെ കേൾക്കണം എന്നല്ലോ, ഇത് എനിക്കുണ്ടാക്കിയ സന്തോഷം അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലും കൂടെ അതൊന്ന് കിട്ടണമേ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്തത്, അങ്ങനെ പറഞ്ഞത് അടുത്ത ശബത്തിലും കൂടെ ഇത് വചനം ഒന്ന് പ്രസംഗിക്കണമെന്ന്. പക്ഷെ ഇത് കേട്ട ചിലർക്ക് അതെന്ത് ചെയ്തില്ല, പിടിച്ചില്ല. അനേകം പേര് വരുന്നു, അനേകം പേര് കേൾക്കുന്നു, ദൈവത്തിൻ്റെ വചനം അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അവർ ഉത്സാഹിക്കുന്നു. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും എന്ത് ചെയ്തെന്നറിയാമോ, അസൂയപ്പെട്ടു. അവർക്കത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇതെങ്ങനെ സംഭവിക്കും, അവർ പള്ളിയിലുള്ളവർ തന്നെയാണ്, പക്ഷെ എങ്കിലും ഇവനാണ് ക്രിസ്തു എന്ന് അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആ സ്നേഹം ഒരു കണക്കിന് പറഞ്ഞാൽ കർത്താവ് ഇത്രത്തോളം താണു വരുമെന്നും നമ്മെ ഇത്രത്തോളം സ്നേഹിക്കുമെന്നും ഒക്കെ
പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇത്രയും സ്നേഹത്തോടെ താണു വരുന്നു. പക്ഷെ നമുക്കൊരു മനസ്സിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പറയാം, കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അത്രമാത്രം കർത്താവ് എന്ത് ചെയ്തു, നമുക്കായി താണു വന്ന് നമ്മളെ സ്നേഹിച്ച് ഇന്നും നമുക്ക് വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിലുണ്ടായ ചിന്തയാണ്, കർത്താവ് എന്ത് ചെയ്തു, നമ്മെ സ്നേഹിച്ചു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ദൈവഹിതമല്ലാത്ത ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് കണ്ണുനീരോടെ പോയി പറയുമ്പോൾ കർത്താവ് എപ്പോഴെങ്കിലും നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും കർത്താവ് അത് ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ, ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവൻ്റെ കരുണ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവൻ്റെ ദയ എന്ന് പറയുന്നത് ആകാശത്തോളം മേഘങ്ങളോളം എത്തുന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലുതാണ്. കർത്താവിൻ്റെ ക്ഷമയോ അത് ദീർഘക്ഷമയാണ്. അങ്ങനെയെങ്കിൽ അത്രമാത്രം സ്നേഹിക്കുന്ന പിതാവിൻ്റെ മക്കളാകുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞ പ്രകാരം പൗലോസ് ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പം ചിലർക്ക് അസൂയൊക്കെ ഉണ്ടായി. അസൂയ ഉണ്ടാവുക മാത്രമല്ല, അവർ എന്ത് ചെയ്തു, ചിലവരെ പിരികേറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവരെ ഉപദ്രവിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൗലോസ് എത്രമാത്രം ബോധ്യത്തോടെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന്. 13-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി: നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ബോധ്യം ആർക്കുണ്ട്? പൗലോസിനുണ്ട്. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം അത് ഞാൻ എന്തായാലും ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിലെ ആ ഒരു വാഞ്ച എത്രത്തോളമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അവരങ്ങനെ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു മറുപടി പൗലോസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ കർത്താവ് നമ്മെ പറ്റിയും ആഗ്രഹിക്കുന്നത് ഇതാ, നിങ്ങൾ ഭൂലോകത്തൊക്കെയും എന്ത് ചെയ്യണം? രക്ഷയായിത്തീരണം. നമ്മുടെ രക്ഷയാര? കർത്താവ്. അങ്ങനെയെങ്കിൽ ആ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുക എന്താ? അനേകർക്ക് രക്ഷയായിത്തീരുവാൻ, നമ്മിലൂടെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകം പേരിലേക്ക് എത്തിച്ചേരേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യണം? നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയായി തീരണം. അതെന്തിനാ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന്, അനേകരുടെ ഹൃദയങ്ങളെ തുറന്ന് അനേകർ ക്രിസ്തുവിനോട് ചേരേണ്ടതിന്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ളൊരു ശുശ്രൂഷയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ശിഷ്യന്മാരായി വന്ന, അല്ലെങ്കിൽ ഇവരെ അനുഗമിച്ച കുറച്ച് പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ ഹൃദയം അങ്ങ് സന്തോഷത്താൽ നിറഞ്ഞു. 48-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. എന്തിനെ മഹത്വപ്പെടുത്തി? ദൈവവചനത്തെ. അപ്പോൾ ഈ ഹൃദയത്തിൽ ഈ ദൈവവചനം അങ്ങ് കയറിയപ്പം ഇവർക്ക് ഇതുവരെ ലഭിക്കാത്തൊരു സന്തോഷം. ആരെ പറ്റിയാ ശുശ്രൂഷിച്ചത്? ക്രിസ്തുവിനെ പറ്റി ശുശ്രൂഷിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? ഒരു വലിയ സന്തോഷമുണ്ടായി. ഈ ദൈവവചനത്തെ അവർ മഹത്വപ്പെടുത്തി. ദൈവവചനം എന്താ? അത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആരെ മഹത്വപ്പെടുത്തി? കർത്താവിനെ അറിഞ്ഞവരാണോ? അല്ല, ജാതികളായവർ. അതായത് പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ അനുഗമിച്ച ചിലരല്ലേ, ഈ വചനം കേട്ട് അനുഗമിച്ചവർ. അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർക്ക് ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി. അവർ ഈ ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. ആരെ പറ്റിയാ പറഞ്ഞേ? ക്രിസ്തുവിനെ പറ്റിയാ പറഞ്ഞേ. ക്രൂശീകരണമാ പറ്റി പറഞ്ഞേ, ഉയർത്തെഴുന്നേൽപ്പാ പറ്റി. അതുപോലെ തന്നെ പാപമോചനവും മാനസാന്തരവും നീതീകരണവും നിത്യരക്ഷയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരതിൽ വിശ്വസിച്ചു. അവർ ആ ദൈവവചനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആരാ? ജാതികളാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഈ വചനം എങ്ങും വ്യാപിച്ചു. കേട്ടവർ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. ഒന്നും കൂടെ പ്രസംഗിക്കുമോ എന്ന് ചോദിച്ചതുപോലെ അനേകരെ കൂട്ടി വരുത്തി ഈ വചനം കേൾപ്പിച്ചു. കേട്ടോ, ഇതെന്നെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷപ്പെടുത്തിയ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്.
അങ്ങനെ അനേകം പേരെ എന്ത് ചെയ്തു? അവർ കൂട്ടി കൊണ്ടുവന്നു. അനേകം പേര് ക്രിസ്തുവിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 13-ാം അധ്യായം 50-ാം വാക്യത്തിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവിടെ ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ ഒന്നാമത് എല്ലാവരും കടന്നു വന്ന സന്തോഷത്തിലാണ് ആരുള്ളത്? ഈ ശിഷ്യന്മാരും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഈ അഭിഷിക്തന്മാരൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സന്തോഷത്തിലിരിക്കുമ്പോൾ ഈ ഉപദ്രവമൊന്നും ഇവർക്കൊന്നും ഏക്കുന്നില്ലെന്ന് മാത്രമല്ല, എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ നേരെ തട്ടിക്കളഞ്ഞിട്ട് ഇക്കോനിയയിലേക്ക് പോയി. ഇതൊന്നും ഒരു വിഷയമല്ലായിരുന്നു അവർക്ക്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ പ്രസ്താവിക്കുന്ന അനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ അനേകരുടെ ഹൃദയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുറക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നുണ്ട്, ബർന്നബാസിൻ്റെയും പൗലോസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇനി അതിരുകളിൽ നിന്ന് പുറത്താക്കിക്കോട്ടെ, ഈ അതിരിനുള്ളിൽ ഒരു പറ്റം ദൈവത്തിൻ്റെ ജനങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ അവരെ വാർത്തെടുക്കുവാൻ, ഉത്സാഹിപ്പിച്ച് ക്രിസ്തുവിൻ്റെ കൃപയിൽ നിലനിർത്തുവാനുള്ള ഉത്സാഹം നൽകുവാൻ ആർക്ക് സാധിച്ചു? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ കൊടുക്കുവാൻ ആർക്ക് സാധിച്ചു? പൗലോസിനും ബർന്നബാസിനും അവർക്ക് സാധിച്ചു. അതെങ്ങനെയാണ് സാധിച്ചത്? ക്രിസ്തു പറഞ്ഞതുപോലെ, കർത്താവ് പറഞ്ഞത് അങ്ങനെയാ പ്രസംഗിക്കേണ്ടതെന്ന്. അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അനേകം പേരുടെ ഹൃദയങ്ങളെ അത് തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവർ പോയി ഇവരെ എന്ത് ചെയ്തു? അതിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എങ്കിലും ഇതിനുള്ളിലിരിക്കുന്നവരുണ്ടല്ലോ, ദൈവവചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പ്രിയപ്പെട്ടവർ, അവര് ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. കണ്ടോ, സന്തോഷം മാത്രമല്ല, ആനന്ദം മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്തു? അവരേറ്റവും കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അനേകം പേരെ പിന്നെയും ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പ്രവർത്തികളുണ്ട്, അതൊക്കെ ഇവരിൽ നിന്ന് എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ആ സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ അനേകം പേരെ ഇവർ നേടിയെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ അതെന്താ? വാഗ്ദത്തത്താൽ ലഭിച്ചതാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്തത്താൽ ലഭിച്ച ആ ഒരു നന്മയെ പ്രാപിക്കുവാൻ ഈ വചനം കേട്ടവർക്കൊക്കെയും സാധിച്ചു. ആ സമയത്ത് ആരില്ല? പൗലോസില്ല, ആരില്ല? ബർന്നബാസില്ല. ഈ ദൈവവചനം ശുശ്രൂഷിച്ചവരാരും അവരുടെ കൂടെയില്ല. പക്ഷേ ഈ വചനം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, അത് നിലനിന്നിരുന്നു, ആ ദൈവത്തിൻ്റെ കൃപയെ അവർ ഓർത്തിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷ നാം കൃത്യമായി ചെയ്താൽ, ഈ ദൈവത്തിൻ്റെ വചനം നാം കൃത്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ അവിടെ പിന്നീടില്ലെങ്കിലും അവർ കേട്ട ദൈവത്തിൻ്റെ വചനം അവർക്ക് ആ ഒരു ആനന്ദവും സന്തോഷവും പരിശുദ്ധാത്മാവ് നിറയുവാനൊക്കെ കാരണമായി തീരും. അത് അനേകരുടെ രക്ഷയ്ക്ക് നമ്മെ എന്താക്കി തീർത്തിരിക്കുകയാണ്? നമ്മെ രക്ഷയാക്കി തീർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നാം മുഖാന്തരം അനേകം പേരും രക്ഷപ്പെടേണ്ടതിന്, അവർ രക്ഷയായി അനേകം പേരെ രക്ഷിക്കപ്പെടുത്തേണ്ടതിന് ഈ ദിവസങ്ങളിൽ നമുക്കും അങ്ങനെ ഒരു ശുശ്രൂഷ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ ബോധ്യം നമുക്ക് നല്ലപോലെ ഉണ്ട്. എങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ കേൾക്കുന്നവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഉറപ്പും സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസ് ദൈവവചനം ശുശ്രൂഷിച്ചപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാൾ വന്ന സമയത്ത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവിടെ ഒന്നിച്ചു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ധാരാളം വായിച്ചും ധ്യാനിച്ചും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഗത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ അവർ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടവരും എന്ത് ചെയ്തെന്നറിയാമോ? ഇതിനുള്ളിലോട്ട് വരിക. അന്നേരമാണ് പത്രോസും ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഈ പത്രോസ് ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്തും പൗലോസിൻ്റെ ശുശ്രൂഷ പോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ കർത്താവിൻ്റെ വാക്കുപോലെ തന്നെയാണ് പത്രോസും എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് ദൈവവചനത്തിൻ്റെ ആ ഒരു ഭാഗം അതേപോലെ
ക്രൂശീകരണവും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതേപോലെ തന്നെ തൻ്റെ ആ ഒരു പാപമോചനം എന്ന വീണ്ടെടുപ്പ്, മറ്റു കാര്യങ്ങൾ, മാനസാന്തരം, നീതീകരണം, നിത്യരക്ഷ, ഇതിനെപ്പറ്റിയൊക്കെ പത്രോസും ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പം 2-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് കേട്ടിട്ട് അവൻ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പൗലോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കണ്ടോ, ഈ പത്രോസ് യഥാർത്ഥമായ ദൈവജനം ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർ വന്ന് ചോദിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇനി എന്താണ് ഞങ്ങൾ ഈ രക്ഷ കരസ്ഥമാക്കാൻ ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്യാണ് അവിടെ ചോദിക്കുക. അതുമാത്രമല്ല, പത്രോസ് റിപ്ലൈ ആയിട്ട് പറയുന്ന കാര്യം, മറുപടി ആയിട്ട് പറയുന്ന കാര്യവും ഇതേ കാര്യമാണ്. ക്രൂശീകരണവും മനസാന്തരവും അതുപോലെ തന്നെ ഈ നിത്യരക്ഷയും അതുപോലെ പരിശുദ്ധാത്മാവിൽ നമ്മിൽ നിറയപ്പെടുന്ന കാര്യവും ഒക്കെ തന്നെയാണ് ആര് പറയുന്നത്? പത്രോസും പറയുന്നത്. അത് അങ്ങനെയുള്ള ആ ഒരു വചനം ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പം 2-ാം അധ്യായം 45, 46, 47 വാക്യങ്ങളിൽ അവർ വിശ്വസിച്ചു, ഒരുമനപ്പെട്ടു, സന്തോഷവും ഉല്ലാസവും അവരുടെ ഹൃദയങ്ങളിലുണ്ടായി, പരിശുദ്ധാത്മാ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു, അവിടെ വലിയ ദൈവിക പ്രവർത്തികൾ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലുദിയായുടെ ഹൃദയത്തെ തുറന്നത് എങ്ങനെയാണ്? പൗലോസ് ചില കാര്യങ്ങൾ സംസാരിച്ചു, അത് കേൾക്കേണ്ടതിന് ലുദിയായുടെ ഹൃദയത്തെ ആര് തുറന്നു? കർത്താവ് തുറന്നു. നാമും ശുശ്രൂഷിക്കുമ്പം അനേകം പേരുടെ ഹൃദയങ്ങളെ തുറക്കും. എങ്ങനെ? കർത്താവ് നമ്മോട് പറഞ്ഞതുപോലെ നാം ശുശ്രൂഷിക്കുമ്പോൾ, കർത്താവ് നമ്മോട് പറഞ്ഞതുപോലെ നാം പ്രസംഗിക്കുമ്പോൾ അനേകം പേരുടെ ഹൃദയങ്ങൾ അത് തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെ ഓരോരുത്തരെയും രക്ഷയാക്കി വെച്ചിരിക്കുക. നമ്മൾ ഓർക്കും നമുക്ക് വിലയില്ല, നമുക്കൊന്നും പ്രാഗൽഭ്യമില്ലെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ദൈവം നമുക്ക് വേണ്ടി എത്രത്തോളം താഴ്ന്ന ഭൂമിയിൽ വന്ന് നമ്മെ ഏറെ സ്നേഹിച്ച്, ആ ദൈവത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അവൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ആ കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. ആ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നതും ഒരു ഭാഗ്യവതരിയാണ്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും മനോഹരമായി ചെയ്യുവാൻ കർത്താവ് നമ്മോട് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ പറ്റി ശുശ്രൂഷിപ്പാൻ, കർത്താവിനെ എന്ത് ചെയ്യാൻ? മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ, ആ സത്യസ്നേഹത്തെ അല്ലെങ്കിൽ ആ സത്യദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രസ്താവിപ്പാൻ അല്ലെങ്കിൽ പ്രദർശിപ്പിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുവാനായിട്ട് സാധിക്കും. ചിലരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊണ്ട് എന്ന് നമ്മൾ വായിച്ചതുപോലെ ആ ചിലരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊള്ളേണ്ടതിന് അതവരുടെ മാനസാന്തരത്തിന് കാരണമാണ്. അങ്ങനെയെങ്കിൽ അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, അനേകം പേരുടെ ഹൃദയങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ച ശുശ്രൂഷ അതിൻ്റെതായ രീതിയിൽ കർത്താവ് നമ്മോട് പറയുന്നത് പ്രകാരം ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ രക്ഷിക്കപ്പെടുന്നവരുടെ കാര്യം പറഞ്ഞപ്പോൾ ലുദിയ ഒരു ദൈവഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. അതേപോലെ ഇവിടെ പറയുന്ന നിത്യജീവനായി നിയമിക്കപ്പെട്ടവരുണ്ട്. അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മിലൂടെ അനേകം പേരെ ക്രിസ്തുവിലേക്ക് നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നീ ആരെയൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നോ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എങ്കിലും നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ട ചിലരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഹൃദ്യമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ആ നിത്യ ജീവൻ അവർക്ക് ലഭിക്കേണ്ടതിന്, എല്ലാവരും ഒരുപോലെ മാനസാന്തരപ്പെടേണ്ടതിന്, എല്ലാവരും ഒരുപോലെ രക്ഷപ്പെടേണ്ടതിന്, എല്ലാവരും ഒരുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയേണ്ടതിന്, അതിന് എന്നെ ഒരു കാരണമാക്കി തീർക്കണമേ. എന്നെ രക്ഷയാക്കി വിട്ടത് അതൊരു വ്യർത്ഥമായി പോകുവാനായിട്ട് ഇടയാക്കരുതേ. കൃത്യമായി അങ്ങയെപ്പറ്റി ശുശ്രൂഷിപ്പാൻ, ക്രൂശീകരണത്തെപ്പറ്റി ശുശ്രൂഷിപ്പാൻ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ശുശ്രൂഷിപ്പാൻ, പാപമോചനം, വീണ്ടെടുപ്പ്, നീതീകരണം, നിത്യരക്ഷ, ഇതിനെപ്പറ്റിയൊക്കെ ശുശ്രൂഷിപ്പാൻ, ആ നാശത്തിൽ അകപ്പെട്ട് പോകരുത് എന്ന് അവരോട് ഉപദേശിപ്പാൻ, അവരെ ആ രീതിയിൽ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു കൂട്ടത്തെ ആക്കി തീർക്കുവാൻ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ നാമും എന്ത് ചെയ്യേണ്ട? ശുശ്രൂഷയോടനുബന്ധിച്ച് ഭാരപ്പെടേണ്ട. ദൈവം കർത്താവ് തീർച്ചയായിട്ടും നമ്മെ ധാരാളമായിട്ട് സഹായിക്കും. നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്, അതിനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. പക്ഷേ ആ കൃത്യമായ രീതിയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വ്യത്യസ്തമായ ശുശ്രൂഷകളുണ്ട്. അതേപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
ഓരോ ഘട്ടത്തിലും ആവശ്യമുള്ള വചനങ്ങളുണ്ട്. അത് ധാരാളമായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും ദൈവാലോചന പ്രകാരം അതിനെ സ്വീകരിപ്പാനും അതിനനുസരിപ്പാനും ഒക്കെ നമ്മെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാമെങ്കിലും അനേകരുടെ ഹൃദയത്തെ തുറക്കേണ്ടതിന് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം നൽകി തന്ന റോസ്ലിൻ ആൻറ്റിയോടുള്ള പ്രിയ ആൻറ്റിയോട്, അതുപോലെ തന്നെ ആൻറ്റിയുടെ കുടുംബത്തോട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുള്ള നന്ദി ധാരാളമായിട്ട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവമായ കർത്താവ് കേട്ട എല്ലാവരെയും ഈ വചനങ്ങളെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിന് വേണ്ടി ഏറെ നിൽക്കുവാനും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ.